സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് റിവിഷൻ ക്ലാസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേ അറ്റം. ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിര പോയിന്റ് ആണ്. ഇന്ദിര പോയിന്റ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരളാണ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളിനെയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മൈസൂരാണ്. മൈസൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ബാംഗ്ലൂർ. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം. മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം. ഏത് നദിയുടെ തീരത്താണ് ആഗ്ര? ആഗ്ര ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ് ആഗ്ര. യമുന നദി. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിച്ചത്? ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിച്ചത്? കാർഷിക കടമാണ്. കാർഷിക കടം. ആദ്യത്തെ വേദം ഋഗ്വേദമാണ്. ആദ്യത്തെ വേദം ഏതാണ്? ഋഗ്വേദം. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. കുടൽ കമ്മീഷൻ എന്തിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്? കുടൽ കമ്മീഷൻ എന്തിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്? ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനമാണ്. ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മീഷൻ ഏതാണ്? കുടൽ കമ്മീഷൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പനാജിയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പനാജി. ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആപേക്ഷികത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗുരുസാഗരം രചിച്ചത് ആരാണ്? ഗുരുസാഗരം എന്ന കൃതി ആരുടേതാണ്? OV വിജയന്റേതാണ്. ഗുരുസാഗരം എന്ന കൃതി ആരുടേതാണ്? OV വിജയൻ. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തി തകഴിയാണ്. ജ്ഞാനപീഠം അവാർഡും എഴുത്തച്ഛൻ പുരസ്കാരവും വള്ളത്തോൾ പുരസ്കാരവും എന്നിവ നേടിയ ആദ്യത്തെ വ്യക്തിയാണ് തകഴി. ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജാണ്. ബ്രിഡ്ജ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കുടയാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് ഏതാണ്? പാമ്പാക്കുട. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ആരുടെ ജന്മദിനമാണ് ശിശുദിനമായിട്ട് ആചരിക്കുന്നത്? ശിശുദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലാണ് അറബിക്കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടൽ. ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യയാണ്. ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത് ആരാണ്? തൈക്കാട് അയ്യ. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട്. കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ്? കേരള സെറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കുണ്ടറയിലാണ്. കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കുണ്ടറയിലാണ് കേരള സെറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്.
ഇന്തോളജി എന്നാൽ എന്താണ്? ഇന്ത്യയെക്കുറിച്ചുള്ള പഠനമാണ് ഇന്തോളജി. ഇന്തോളജി എന്നാൽ ഇന്ത്യയെക്കുറിച്ചുള്ള പഠനം. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് രചിച്ചത് ആരാണ്? ഇഗ്നൈറ്റഡ് മൈൻഡ്സ് രചിച്ചത് APJ അബ്ദുൽ കലാം ആണ്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് രചിച്ചത് ആരാണ്? APJ അബ്ദുൽ കലാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ആണ് നാഗാർജുന സാഗർ ശ്രീശൈലം സാങ്ച്വറി. നാഗാർജുന സാഗർ ശ്രീശൈലം സാങ്ച്വറി ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ്. നാഗാർജുന സാഗർ ശ്രീശൈലം സാങ്ച്വറി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയമാണ്. കോട്ടയം. ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ രൂപവത്കൃതമായ വർഷം. ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ രൂപവത്കൃതമായ വർഷം 1948 ആണ്. 1948. ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത്. ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ചത് പള്ളിക്കലിലാണ്. ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? പള്ളിക്കൽ. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡാണ്. ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് ഏതാണ്? പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് സെറാമിക് ഗ്ലാസ് ആണ്. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് സെറാമിക് ഗ്ലാസ്. കഥകളിയുടെ ആദ്യ ചടങ്ങ് കേളി. കഥകളിയുടെ ആദ്യ ചടങ്ങാണ് കേളി. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ AR റഹ്മാനാണ്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യത്തെ ഭാരതീയൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചന ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. പഞ്ചകല്യാണി നിരൂപം എന്ന കൃതിയുടെ കർത്താവ് മന്നത്ത് പത്മനാഭനാണ്. പഞ്ചകല്യാണി നിരൂപം എന്ന കൃതിയുടെ കർത്താവ് മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ് നാരായൺ ബോസ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ് നാരായൺ ബോസ്. ഇറ്റാലിയൻ ചാണക്യൻ എന്നറിയപ്പെടുന്നത് മാക്യവെല്ലിയാണ്. ഇറ്റാലിയൻ ചാണക്യൻ എന്നറിയപ്പെടുന്നത് മാക്യവെല്ലി. കേരളത്തിലെ അശോകൻ എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? കേരളത്തിലെ അശോകൻ വരഗുണനാണ്. കേരളത്തിലെ അശോകൻ എന്ന് വിളിക്കപ്പെട്ടത് വരഗുണൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം രാജ ഹരിചന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഏതാണ്? രാജ ഹരിചന്ദ്ര. ആൽക്കഹോൾ നിർമ്മാണത്തിലെ ഉപോൽപ്പന്നമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആൽക്കഹോൾ നിർമ്മാണത്തിലെ ഉപോൽപ്പന്നമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആഷസ് ക്രിക്കറ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ആഷസ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലാണ് ആഷസ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത്. യൂറി ഗഗാറിൻ ആദ്യമായിട്ട് ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനം ഏതാണ്? വോസ്റ്റോക്ക് 1 ആണ്. വോസ്റ്റോക്ക് 1. യൂറി ഗഗാറിൻ ആദ്യമായിട്ട് ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനമാണ് വോസ്റ്റോക്ക് 1. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഭാരത് മാതാ സൊസൈറ്റി എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകനാണ് അജിത് സിംഗ്. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് പട്ടങ്ങൾ ഒരുമിച്ച് കിട്ടിയ വർഷം. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക്
മിസ് യൂണിവേഴ്സും മിസ് വേൾഡ് പട്ടങ്ങൾ എന്നിവ ഒരുമിച്ച് കിട്ടിയ വർഷം 1994 1994. ക്രിക്കറ്റ് പിച്ചിൻ്റെ നീളം 20.12 മീറ്റർ അല്ലെങ്കിൽ 22 യാർഡ്സ് ആണ്. ക്രിക്കറ്റ് പിച്ചിൻ്റെ നീളം 20.12 മീറ്റർ അല്ലെങ്കിൽ 22 യാർഡ്സ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി മുഹമ്മദ് യൂനുസ് ആണ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനുസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ്? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത്. അവസാനത്തെ ചോദ്യം, വിജയവാഡ ഏത് നദിയുടെ തീരത്താണ്? വിജയവാഡ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയവാഡ സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണ നദി. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.